السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അള്ളാഹു നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ മക്കൾ അള്ളാഹു തആല സ്വാലിഹീങ്ങളാക്കട്ടെ. ഞങ്ങളുടെ ശരീരത്തിലേക്ക് നല്ല ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. മുടങ്ങാതെ ക്ലാസ് കേൾക്കുന്നവരുണ്ട്, മറ്റുള്ളവരിലേക്ക് നല്ല അറിവുകൾ എത്തിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്, കമന്റിലൂടെ ഒരുപാട് സന്തോഷങ്ങൾ പറയുന്നവരുണ്ട്. എല്ലാവർക്കും അള്ളാഹു ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. റഹ്മത്തിക്ക് അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 10 പ്രത്യേകത അത് അറിയണം. നമ്മുടെ വീട്ടിൽ അത് സൂക്ഷിച്ചാൽ, അത് എഴുതി വെച്ചാൽ അതിന്റെ നേട്ടം എന്താണ്, അതിന്റെ ഫലം എന്താണെന്ന്, അതാണ് ഇന്നത്തെ ക്ലാസ്. അത് എല്ലാവരും കേൾക്കണം. മുത്തുനബിന്റെ ശഫാഅത്തിൽ അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാരാകട്ടെ. മുത്തുമോമിനീങ്ങളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ത്രീകൾക്ക് ഒരുപാട്, മുത്തുനബി തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞവരാണ്. സ്ത്രീകൾ അവർക്ക് ഒരുപാട് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു വീട്ടിൽ ഒരു പെൺമക്കൾ, ആണുമക്കയുണ്ട്, പെൺമക്കളുമുണ്ട്. എന്നാൽ ആ പെൺമക്കൾ വീട്ടിൽ ഉണ്ടായിരിക്കുന്നത് ധാരാളം ഖൈറും നിഅമത്തും വർദ്ധിക്കാൻ കാരണമാകും. അങ്ങനെയുള്ള ഒരുപാട് പെൺമക്കളുണ്ട്, ഒരുപാട് വിവാഹ പ്രായമെത്തിയ പെൺമക്കളുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും കുഫവത്തായ ഇണകളെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മുത്തുനബിന്റെ 10 പ്രത്യേകത. അശ്റു കലിമാത്തിൻ മിൻ ഖസായിസിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 10 മുത്തുനബിന്റെ 10 പ്രത്യേകതകൾ. മൻ കതബഹാ വവളഹാ ഫീ ദാരിൻ. ഒരാൾ ആ 10 പ്രത്യേകത ആരെങ്കിലും എഴുതി വെച്ചാൽ, സൂക്ഷിച്ചു വെച്ചാൽ, അതിനെ മതിലോ വീട്ടിലോ ഒരാൾ 10 പ്രത്യേകതയെ സൂക്ഷിച്ചു വെച്ചാൽ, എഴുതി വെച്ചാൽ, ആ വീട്ടിൽ വിപത്തുകളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പിശാചിന്റെ ശർറുകളിൽ നിന്നും കാവലുണ്ടാവും. ഒരുപാട് ധാരാളം ഖൈറാത്തുകൾ, ഖൈറു നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ വർദ്ധിക്കാൻ കാരണമാകും. ആ 10 പ്രത്യേകത എന്താണ്? ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ അവരുടെ കിതാബിന്റെ അകത്ത് വിശദീകരിക്കുന്നത് കാണാം. ഒന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിഴൽ ഭൂമിയുടെ മേൽ കാണപ്പെടാറില്ല. നബി തങ്ങൾക്ക് നിഴലില്ല. മുത്തുനബിക്ക് നിഴലില്ല, നമ്മൾക്ക് നിഴലുണ്ട്. മുത്തുനബികൾ നിഴലില്ല. രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? അത് എഴുതി വെക്കണം. രണ്ടാമത്തെ പ്രത്യേകത, നബി തങ്ങൾ മലമൂത്ര വിസർജനം നടത്തിയാൽ ഭൂമി കാണപ്പെടാറില്ല, അത് ഭൂമി മെഴുങ്ങും. മുത്തുനബിന്റെ പ്രത്യേകതയാണ്. മൂന്നാമത്തെ മുത്തുനബിന്റെ പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ ഈച്ച നിൽക്കാറില്ല, നിന്നിട്ടില്ല. നമ്മുടെ ശരീരത്തിലല്ല ഈച്ച നിൽക്കാറില്ല. ഈച്ച വൃത്തിയുള്ള ശരീരത്തിൽ, ദുർഗന്ധമുള്ള സ്ഥലത്തിലാണ് ഈച്ചെല്ലാം നിൽക്കുന്നത്. നമ്മൾ മരിച്ച മയ്യത്തിന്റെ അരികിൽ ഒരുപാട് ഈച്ചകൾ, പാറ്റകളെല്ലാം വരുന്ന അവസരത്തിൽ ഇങ്ങനെ ആട്ടാറുണ്ട്, ചപ്പ് പിടിച്ചിട്ട് ഇങ്ങനെ അതിനെ ഓടിക്കാറുണ്ട്. ചില ആൾ പറയും അത് മയ്യത്തിന് ഭയങ്കര ഘനമാകുന്നുണ്ട്, അതിനു വേണ്ടി. അതിനൊന്നുമല്ല. ഈച്ച എന്നുള്ളത് അത് വൃത്തിയുള്ള സ്ഥലത്ത് നിൽക്കൂല, ദുർഗന്ധമുള്ള വാസനയുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പൊ അത് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചിട്ടുണ്ടല്ലോ, ആദരിച്ചിട്ടുണ്ടല്ലോ. അത് നിൽക്കാൻ വേണ്ടി, അവിടെ മനുഷ്യ ശരീരത്തിൽ നിൽക്കാൻ വേണ്ടി പാടില്ല എന്നാണ്. അതിനിക്കാണ് ആട്ടുന്നത്, മയ്യത്തിനിക്ക് ഘനമായത് കൊണ്ടല്ല. ഇപ്പൊ പറഞ്ഞ മുത്തുനബിന്റെ മൂന്നാമത്തെ പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ ഈച്ച നിൽക്കുമായിരുന്നില്ല. നാലാമത്തെ പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരിക്കൽ പോലും സ്വപ്നസ്ഖലനമുണ്ടായിട്ടില്ല. നബി തങ്ങൾക്ക് സ്വപ്നസ്ഖലനമുണ്ടായിട്ടില്ല. അഞ്ചാമത്തെ പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പോലും കൂട്ടുവായി ഇട്ടിട്ടില്ല. കൂട്ടുവായി
അല്ലതാശു തുമ്പൽ അത് അള്ളാഹുവിന്റെ വക്കൽ നിന്നാണ്, കൂട്ടുവായി പിശാചിൽ നിന്നാണ്. കൂട്ടുവായിയുടെ മുത്തുനബി തങ്ങൾ കൂട്ടുവായി ഇടുമായിരുന്നില്ല. ഏഴാമത്തെ പ്രത്യേക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചേലാകർമ്മം ചെയ്യപ്പെട്ടിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിച്ചത്. വലദതുഹു മഖ്തൂനൻ വമഖൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീൽ മുസ്നദൂൻ. മുത്തുനബിയെ വലദതുഹു മഖ്തൂനൻ, ആമിന ഉമ്മ മുത്തുനബിയെ പ്രസവിച്ച സമയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേലാകർമ്മം സുന്നത്തെടുത്തിട്ടായിട്ടാണ്, ചേലാകർമ്മം ചെയ്യപ്പെട്ടിട്ടാണ്, കണ്ണിലേക്ക് സുർമയിട്ടിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമിന ഉമ്മ പ്രസവിച്ചത്. യാ അല്ലാഹ്, ആ മുത്തുനബിന്റെ ഉമ്മത്തി ആവാ എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെ. അല്ലാഹ് അല്ലാഹ് മുത്തുനബിന്റെ ശഫാഅത്തിൽ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ഒരിക്കലെങ്കിലും ആ മദീന കാണാൻ, റൗള കാണാൻ, ആ പച്ചക്കുപ്പാന്റെ അരികിൽ നിന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലുള്ളാഹ്, യാ സയ്യിദി യാ ഹബീബല്ലാഹ് എന്നുള്ള സ്വലാത്തും സലാമും ചൊല്ലാൻ അല്ലാഹ് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ആ മുത്തുനബിനെ മഹബത്ത് വെച്ചത് കൊണ്ടാണ് ഈ ക്ലാസ് ഒരുപാട് സഹോദര സഹോദരിമാർ കേൾക്കുന്നത്. ആ മുത്തുനബിന്റെ പ്രത്യേകത അതാണ്. മുത്തുനബി തങ്ങൾ ചേലാക്രമം ചെയ്യപ്പെട്ടിട്ടാണ്. എട്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണുകൾ മാത്രം ഉറങ്ങും, ഹൃദയം ഉറങ്ങാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരവസരത്തിൽ കിടന്നുറങ്ങി, കണ്ണ് ചിമ്പി, എന്നിട്ട് മുത്തുനബി നിസ്കരിച്ചു. അപ്പോൾ എല്ലാവരും സ്വഹാബത്തുൽ കിറാം ചോദിച്ചു, അല്ല നബിയെ, നിങ്ങളുടെ വുളൂഹ് മുറിഞ്ഞല്ലോ. അപ്പോൾ മുത്തുനബിയുടെ കണ്ണ് ഉറങ്ങിയെങ്കിലും ഹൃദയം ഉറങ്ങിയിട്ടില്ല. നമ്മുടെ കണ്ണും ഉറങ്ങ്, ഹൃദയം ഉറങ്ങുന്നുണ്ട്. ദിക്റിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫുൾ ടൈം. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങാറില്ല, ഹൃദയം ഉറങ്ങാറില്ല. ഒമ്പതാമത്തെ പ്രത്യേകത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്കും കാണുന്നത് പോലെ പിന്നിലേക്കും കാണും. മുന്നിൽ ഏത് ക്രമത്തിലാണോ കാണുന്നത്, പിന്നിൽ മുത്തുനബി തങ്ങൾ എല്ലാം കാണുക തന്നെ ചെയ്യും. അതുകൊണ്ട് മുത്തുമോമിനീങ്ങളെ, നമ്മൾ ചൊല്ലിയ സ്വലാത്ത്, നമ്മൾ സിക്ർ നടത്തിയത്, സ്വലാത്തിന്റെ മൗലിദിന്റെ മജ്ലിസിൽ ചേരുന്നത്, എല്ലാം നല്ല കാര്യം ചെയ്യുമ്പോൾ മുത്തുനബി തങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇത് ഹദീസല്ല, പരിശുദ്ധ ഖുർആനാണ്. അല്ലാഹും അല്ലാഹുവിന്റെ റസൂലും കാണും. അതുകൊണ്ട് ഓരോ നല്ല പ്രവർത്തനം ചെയ്യുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാത്ത സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്രവർത്തനം ചെയ്യാൻ നമുക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പത്താമത്തെ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങൾക്കിടയിൽ ഇരിക്കുമ്പോൾ നബിയുടെ ചുമൽ ഉയർന്ന് കാണുമായിരുന്നു. യാ അല്ലാഹ്, അതുകൊണ്ട് ഈ 10 പ്രത്യേകതകൾ കിതാബിലുള്ളതാണ്. ഈ 10 പ്രത്യേകത വീട്ടിൽ എഴുതി വെക്കണം. അറബിയിൽ ഓരോ കാര്യം ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാം. മുത്തുനബി തങ്ങളുടെ ഈ പ്രത്യേകത അശറു കലിമാത്തിൻ മിൻ ഹസായിസിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കതബഹാ വളഹാ ഫീ ദാരിൻ അമിനത്തി മിനൽ അർഖി വസ്സാരിഖ് വഹിയ ആദി അദിയദാന മാ വഖാദില്ലുഹു അലൽ അർളി ഫഖ. ഇങ്ങനത്തെ ഓരോ 10 പ്രത്യേകത, മുത്തുനബിന്റെ 10 പ്രത്യേകത എഴുതി വെക്കാം. ഒന്നിരിക്കലോ അറബിയിലെ, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം വീട്ടിൽ സൂക്ഷിച്ചു വെച്ചാൽ വല്ലാത്തൊരു കാവലുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിന്റെ ശഫാഅത്തിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ആൾക്കാർ, സഹോദര സഹോദരിമാർ പ്രയാസത്തിൽ കഴിയുന്നവരുണ്ട്. ഒരു 10 സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അൽഫ മറ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അൽഫ മറ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ 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 അൽഫ മറ, അല്ലാഹുമ്മ സ്വല്ലി
على سيدنا محمد ألف مرة اللهم صل على سيدنا محمد ألف مرة اللهم صل على سيدنا محمد ألف مرة اللهم صل على سيدنا محمد ألف مرة الحمد لله رب العالمين اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമർറഹ്മാനായ അല്ലാഹ് ഇതുവരെ കേട്ട ഒരുപാട് മുഅ്മിനീങ്ങൾ ഒരുപാട് മുഅ്മിനാത്തുകളുണ്ട് അല്ലാഹ് നിന്റെ നബിയുടെ പ്രത്യേകതയാണ് ഞങ്ങൾ കേട്ടത് പറഞ്ഞത് എല്ലാം സ്വീകരിക്കണേ റഹ്മാനെ ആ മുത്തുനബിന്റെ കൂടെ ഞങ്ങളെ അണിനിരക്കാൻ അല്ലാഹ് നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ തൗഫീഖ് നൽകണേ റഹ്മാനെ മുത്തുനബിന്റെ റൗള ശരീഫ് മദീന ഒന്ന് കാണാൻ അല്ലാഹ് ഞങ്ങൾക്ക് കൊതിയുണ്ട് അല്ലാഹ് നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ കണ്ടവർക്ക് ഇനിയും കാണാൻ ആഗ്രഹമുണ്ട് ഞങ്ങളുടെ മക്കൾക്ക് ആഗ്രഹമുണ്ട് ഞങ്ങളുടെ കുടുംബക്കാർക്ക് ആഗ്രഹമുണ്ട് ഉമ്മനെ വന്ന് കൊണ്ടുപോകണം ഉപ്പനെ വന്ന് കൊണ്ടുപോകണം ഭാര്യന്മാരെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട് അല്ലാഹ് അതിനേക്കെല്ലാം നീ കഴിവുള്ളവനാണ് തൗഫീഖ് നൽകണേ റഹ്മാനെ يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم برحمتك يا رب